തൊഴിലുറപ്പ് പദ്ധതിയുടെ രീതിയും സ്വഭാവവും മാറ്റുന്നത് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ മഹാത്മാഗാന്ധിയുടെ പേര് ആ പദ്ധതിയിൽ നിന്ന് എടുത്തു മാറ്റുന്നത് സംബന്ധിച്ചുമൊക്കെ ചൊവ്വാഴ്ച പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ ഏറ്റവും ഗംഭീരവും ശ്രദ്ധേയവുമായ പ്രസംഗം ഡോക്ടർ ശശി തരൂരിൻ്റെതായിരുന്നു. ഒരു കോൺഗ്രസ് നേതാവിൽ നിന്നും ഇത്രയും വളരെ ആരോഗ്യകരവും അതേസമയം BJPക്ക് വളരെ രൂക്ഷമായ രീതിയിൽ BJPക്കെതിരെ വിമർശനവും ഉയർത്തിക്കൊണ്ട്, അതും സാധാരണക്കാർക്കും എല്ലാവർക്കും, എന്തിനാ പറയുന്നത്, ഈ ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്ത ഹിന്ദിക്കാർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലായിരുന്നു തരൂരിൻ്റെ പ്രഭാഷണം. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് വരേണ്ട നേതാവാണ് ശശി തരൂർ. അദ്ദേഹം എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃയോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ കോൺഗ്രസിന്റെ സ്റ്റഡി ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നില്ല എന്നൊക്കെ വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പാർലമെന്റിലെ ആ പ്രസംഗം. ശരിക്കും അദ്ദേഹം കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പരാജയപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ചില വസ്തുതകൾ വസ്തുനിഷ്ഠമായി പറയുമ്പോൾ അദ്ദേഹം BJPയിലേക്ക് പോകാൻ പോകുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് തള്ളി പുറത്താക്കപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയാൻ കാരണം.